ഹായ് ഫ്രണ്ട്സ്, സ്പർശനവാട്സിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ എത്ര പരാജയങ്ങൾ വരെ നേരിടാൻ സാധിക്കും ഒരു വിജയത്തിനായി. ഒന്ന് ആലോചിച്ച് നോക്കി, അവസാനമായി നമ്മൾ എന്നാണ് ഒരു പ്രയത്നത്തിൽ പരാജയപ്പെട്ട് മാറിയിരുന്നിട്ടുണ്ടാകുക, അല്ലെങ്കിൽ വിഷമിച്ചിട്ടുണ്ടാകുക. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന കഥയിലെ നായകൻ അവൻ്റെ ജീവിതത്തിൽ വളരെ ചെറുപ്പത്തിൽ എന്ന് പറഞ്ഞാൽ 20-ാമത്തെ വയസ്സിൽ വലിയൊരു സക്സസ് കിട്ടിയൊരു വ്യക്തിയാണ്. സക്സസ് എന്ന് പറഞ്ഞാൽ അവൻ നാഷണൽ ടീമിലേക്ക് സെലക്ട് ചെയ്യപ്പെട്ടു. അത് ചെറിയൊരു കാര്യമല്ല. 20-ാമത്തെ വയസ്സിൽ നാഷണൽ ടീമിലേക്ക് എത്തിപ്പെടുക എന്ന് പറഞ്ഞാൽ അത് വലിയൊരു അച്ചീവ്മെൻ്റാണ്. എന്നാൽ ആദ്യത്തെ ടെസ്റ്റ് മാച്ച് അവൻ ക്രിക്കറ്റ് ടീമിലേക്കാണ് സെലക്ട് ചെയ്യപ്പെട്ടത്. ആദ്യത്തെ ടെസ്റ്റ് മാച്ച് ഇന്ത്യക്കെതിരെയായിരുന്നു. നാഗ്പൂരിൽ വെച്ച് നടന്ന ആ ടെസ്റ്റ് മാച്ചിൽ 2 ഇന്നിങ്സിലും 1 റൺസ് പോലും സ്കോർ ചെയ്യാൻ അവനെ കൊണ്ട് സാധിച്ചില്ല. 2 ഇന്നിങ്സിലും അവൻ്റെ സ്കോർ 0 ആയിരുന്നു. ആ ടെസ്റ്റിന് ശേഷം അവൻ നാഷണൽ ടീമിൽ നിന്ന് പുറത്താക്കപ്പെട്ടു. അവൻ തോറ്റു കൊടുക്കാൻ തയ്യാറായിരുന്നില്ല. അവൻ ഡൊമസ്റ്റിക് ക്രിക്കറ്റിൽ വീണ്ടും പരിശ്രമിച്ചുകൊണ്ടിരുന്നു. ടൺസ് ഓഫ് റൺസ് ഉണ്ടാക്കി. സെലക്ടേഴ്സിൻ്റെ ശ്രദ്ധ അവനിലേക്ക് ആകർഷിച്ചു കൊണ്ടിരുന്നു. വീണ്ടും വീണ്ടും അവനെ നാഷണൽ ടീമിലേക്ക് സെലക്ട് ചെയ്യാൻ വേണ്ടി. 2 വർഷങ്ങൾക്ക് ശേഷം അവൻ്റെ 22-ാമത്തെ വയസ്സിൽ അവനെ വീണ്ടും നാഷണൽ ടീമിലേക്ക് സെലക്ട് ചെയ്തു. ഓസ്ട്രേലിയക്കെതിരെയായിരുന്നു ടെസ്റ്റ് മാച്ച്. വീണ്ടും ആദ്യത്തെ ടെസ്റ്റ് മാച്ചിൽ അവൻ ഓപ്പൺ ചെയ്യാൻ വേണ്ടി വന്നു. 1 ഇന്നിങ്സിൽ 1-ഉം 2-ാമത്തെ ഇന്നിങ്സിൽ 0-യും. വീണ്ടും അവന് പെർഫോം ചെയ്യാൻ കഴിഞ്ഞില്ല. വീണ്ടും നാഷണൽ ടീമിൽ നിന്ന് പുറത്താക്കപ്പെട്ടു. അവൻ വിഷമിച്ചില്ല. അവൻ വീണ്ടും പരിശ്രമിച്ചു. ഡൊമസ്റ്റിക് ക്രിക്കറ്റിൽ ടൺസ് ഓഫ് റൺസ് വീണ്ടും ഉണ്ടാക്കി. സെലക്ടേഴ്സിൻ്റെ ശ്രദ്ധ അവനിലേക്ക് വീണ്ടും വരാൻ വേണ്ടി അവൻ മാക്സിമം പരിശ്രമിച്ചുകൊണ്ടിരുന്നു. 2 വർഷങ്ങൾക്ക് ശേഷം അവൻ വീണ്ടും നാഷണൽ ടീമിലേക്ക് വന്നു. വീണ്ടും ഇന്ത്യക്കെതിരെയായിരുന്നു മാച്ച്. ടെസ്റ്റ് മാച്ചിൽ ഓപ്പൺ ചെയ്യാൻ വന്നു. 2 ഇന്നിങ്സിലും അവൻ ഫെയിലായി. 0 ആയിരുന്നു അവൻ്റെ സ്കോർ 2 ഇന്നിങ്സിൽ. അവൻ വീണ്ടും നാഷണൽ ടീമിൽ നിന്ന് പുറത്തായി. എന്നിട്ടും അവൻ തോറ്റു കൊടുക്കാൻ തയ്യാറായിരുന്നില്ല. അവൻ വീണ്ടും ശ്രമിച്ചുകൊണ്ടേയിരുന്നു. ഡൊമസ്റ്റിക് ക്രിക്കറ്റിൽ കളിച്ചുകൊണ്ടിരുന്നു. ഒന്ന് ഓർക്കുക, ആദ്യത്തെ 6 വർഷം ഇൻ്റർനാഷണൽ ക്രിക്കറ്റിൽ പ്രവേശിച്ചതിന് ശേഷം 6 വർഷം കൊണ്ട് ആ ചെറുപ്പക്കാരന് നേടാനായത് 1 റൺസായി. അവൻ്റെ സ്ഥാനത്ത് ഞാനോ നിങ്ങളോ ആയിരുന്നെങ്കിൽ എന്തായിരിക്കും ചെയ്തിട്ടുണ്ടാകുക? ഞാനാണെങ്കിൽ എനിക്ക് തോന്നുന്നില്ല ഞാൻ വീണ്ടും കളിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ടാവും. അത്രയധികം നമ്മൾ ഡിമോട്ടിവേറ്റ് ആയിട്ടുണ്ടാവും. എന്നാൽ ആ ചെറുപ്പക്കാരൻ വീണ്ടും ശ്രമിച്ചുകൊണ്ടിരുന്നു. ഏകദേശം 1.5 വർഷങ്ങൾക്ക് ശേഷം വീണ്ടും അവനെ നാഷണൽ ടീമിലേക്ക് സെലക്ട് ചെയ്തു. ആ ടെസ്റ്റ് മാച്ച് ന്യൂസിലൻഡിനെതിരെയായിരുന്നു. ആ കളിയിലും അവന് വലിയ പെർഫോമൻസ് ഒന്നും ചെയ്യാൻ സാധിച്ചില്ല. ആദ്യത്തെ ഇന്നിങ്സിൽ 25-ഉം 2-ാമത്തെ ഇന്നിങ്സിൽ 22-ഉം. അങ്ങനെ ഒരു സ്കോർ മാത്രമേ അവന് ചെയ്യാൻ സാധിച്ചു. എന്നാലും അതേ വർഷം അവൻ്റെ ജീവിതത്തിലെ ആദ്യത്തെ സെഞ്ചുറി അവൻ്റെ ബാറ്റിൽ നിന്ന് വന്നു. അത് ഇന്ത്യക്കെതിരെയായിരുന്നു അവൻ്റെ ആദ്യത്തെ സെഞ്ചുറി അടിച്ചത്. മൊഹാലിയിൽ വെച്ചായിരുന്നു ആ കളി. അതിനുശേഷം ആ ചെറുപ്പക്കാരൻ തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. ഏകദേശം 16ഓളം സെഞ്ചുറി അവൻ അടിച്ചു. 5000-ൽ കൂടുതൽ റൺസ് ഉണ്ടാക്കി. നാഷണൽ ടീമിൻ്റെ ക്യാപ്റ്റനായി. ഇന്ന് ലോകത്ത് അറിയപ്പെടുന്ന ഒരു ക്രിക്കറ്റ് കമൻറ്റേറ്ററാണ്. ഇതെല്ലാം അവന് നേടാൻ സാധിച്ചത് ഓരോ പരാജയങ്ങൾ ഉണ്ടാകുമ്പോഴും അതിൽ നിന്ന് പാഠങ്ങൾ പഠിച്ച് മുന്നോട്ട് പോകാനുള്ള ശക്തി സംഭരിച്ച് അവൻ ഓരോ തോൽവികളെയും വിജയത്തിൻ്റെ പടിയാക്കിക്കൊണ്ട് മുന്നോട്ട് പോകാൻ സാധിച്ചത് ഒന്നുകൊണ്ട് മാത്രമാണ് അവൻ ഈ നേട്ടങ്ങളെല്ലാം നേടാൻ സാധിച്ചത്. ഇത്രയെല്ലാം പരാജയങ്ങളിൽ കൂടി കടന്നുപോയിട്ടും ഈ വലിയ നേട്ടങ്ങൾ കൊയ്തെടുത്ത ആ മഹാനായ കളിക്കാരൻ്റെ പേരാണ് മാർവൻ അട്ടപ്പട്ടു. ശ്രീലങ്കൻ ക്യാപ്റ്റനായിരുന്നു. ഇന്ന് ലോകമറിയുന്ന ഒരു പ്രശസ്തനായ കമൻറ്റേറ്ററാണ്. നിങ്ങൾ ഇതിനു മുമ്പ് ഇദ്ദേഹത്തിൻ്റെ കഥ കേട്ടിട്ടുണ്ടാവും. ഞാനിങ്ങനെ ഒരു കഥ പറയുന്നത് കഥ കേൾക്കാത്തവരായി ഒരുപാട് ആൾക്കാരുണ്ടാവും. അവർക്ക് വേണ്ടിയാണ് ഞാൻ ഈ കഥ പറയുന്നത്. നമ്മുടെ ജീവിതത്തിൽ ഓർക്കുക, ഓരോ പരാജയം വരുമ്പോഴും ആ പരാജയത്തിൽ കയറി നിന്നുകൊണ്ട് വിജയത്തിലേക്ക് എത്തിപ്പിടിക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം. അങ്ങനെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ മറ്റുള്ളവർക്ക് വേണ്ടി ഷെയർ ചെയ്യുക. ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണുമ്പോഴേക്കും നിങ്ങൾക്കെല്ലാവർക്കും നന്ദി, നമസ്കാരം.